വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉരുളുപൊട്ടിയിട്ട് ഒരാണ്ട് തികയുകയാണ്. ഒരാണ്ട് പൂർത്തിയാകുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, അവർക്ക് എന്ത് ലഭിച്ചു? ആ നഷ്ടപ്പെട്ടു പോയവർക്ക് നഷ്ടങ്ങൾ മാത്രമല്ലേ ബാക്കിയായിട്ടുള്ളത്? നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ, റോഡുകൾ നഷ്ടപ്പെട്ടു പോയി, പാലങ്ങൾ നഷ്ടപ്പെട്ടു പോയി, സ്വന്തം വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ഇവർക്കൊക്കെ എന്ത് ലഭിച്ചു? നൽകുമെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുക മാത്രമല്ലേ ഈ ഒരു വർഷം എല്ലാവരും ചെയ്തത്? ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ലഭിക്കുമ്പോഴും അവർക്ക് ആവശ്യമായത്, അവർ അർഹിക്കുന്ന സഹായങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും നഷ്ടപ്പെട്ട് തകർന്നു പോയ റോഡുകളും പാലങ്ങളും ബസ് സ്റ്റോപ്പുകളും അതുപോലെ തന്നെ നിൽക്കുന്ന വിലങ്ങാട് ചൂരൽമലയിൽ ഇപ്പോഴും ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഇവർക്കൊക്കെ ആരാണ് സഹായം ചെയ്യേണ്ടത്? ചെയ്യേണ്ടവർ അത് മറ്റു പലതിനു വേണ്ടി ആ സഹായധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ ആരോട് ചോദിക്കാൻ? ആര് ഉത്തരം നൽകുവാൻ?